Hi all, welcome to another video of the channel. Formula 1 2026 സീസൺ മാർച്ച് 8 സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതിനു മുമ്പ് നമുക്ക് എല്ലാ ടീംസും അവരുടെ ലിവറീസ് ഒക്കെ പ്രസന്റ് ചെയ്ത്, അതുപോലെ കഴിഞ്ഞ വീക്കിൽ ബഹ്റൈൻ പ്രീ സീസൺ ടെസ്റ്റിംഗ് ഉണ്ടായിരുന്നു 3 ദിവസം. വെറ്ററൻസ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് പുതിയ റെഗുലേഷനെ എതിരെ സംസാരിക്കുന്നുണ്ട്. ഹാമിൽട്ടൺ പറഞ്ഞു, മാക്സ്, ഫെർണാണ്ടോ അലോൺസോ എന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഈ 2026 ഈ ഒരു പ്രീ സീസൺ ടെസ്റ്റിങ്ങിലെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2 ടീമാണ്, മെഴ്സിഡസും റെഡ് ബുള്ളും. കാരണം റെഡ് ബുള്ള് പുതിയതായിട്ട് ഒരു പവർ ട്രെയിൻസ് അവരുടെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട്, അതായത് പണ്ട് അഡ്രിയൻ ന്യൂവി അതുപോലെ ക്രിസ്ത്യൻ ഹോർണർ അവിടെ പഴയ എഞ്ചിനീയേഴ്സൊക്കെ ഉണ്ടായിരുന്നപ്പം തൊട്ട് അവർ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ് ഈ ഒരു റെഡ് ബുൾ പവർ ട്രെയിൻസ് എന്നുള്ളത്. അപ്പോൾ സ്വന്തമായിട്ടൊരു എഞ്ചിൻ മാനുഫാക്ചർ ചെയ്യണം എന്നുള്ള റെഡ് ബുള്ളിൻ്റെ പ്ലാൻ വർക്കൗട്ട് ആയത് ഈ വർഷമാണ്. അപ്പോൾ ഈ വർഷം വന്നപ്പോഴത്തേന് കംപ്ലീറ്റ് റെഗുലേഷൻ മാറി, പറഞ്ഞാൽ അവർക്ക് ഒരു ഇരുട്ടടി കിട്ടിയ പോലായിരുന്നു. പിന്നെ മെഴ്സിഡസിൻ്റെ കാര്യം പിന്നെ ഇവിടെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെ 8 വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഡോമിനേറ്റ് ചെയ്തൊരു ടീമാണ്. അതുമാത്രമല്ല, മെഴ്സിഡസിനാണ് ഗ്രിഡിൽ ഏറ്റവും കൂടുതൽ ടീംസ് ഉള്ളത്. മെഴ്സിഡസ് ഉണ്ട്, മെക്ലാരൻ ഉണ്ട്, ആൽപൈൻ ഉണ്ട്, അതേപോലെ തന്നെ വില്യംസും ഉണ്ട്. അതുമാത്രമല്ല, ഈ ഡിസംബർ അവസാന സമയമായപ്പോഴത്തേന് മെഴ്സിഡസും റെഡ് ബുള്ളും പുതിയ 2026 റെഗുലേഷൻ ലൂപ്പ് ഹോൾ കണ്ടെത്തി. മറ്റേ എഞ്ചിൻ്റെ കംപ്രഷൻ റേഷ്യോയിൽ ലൂപ്പ് ഹോൾ കണ്ടെത്തുന്ന കുറിച്ച് ന്യൂസ് വന്നായിരുന്നു. ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ജനുവരി ലാസ്റ്റ് വീക്കൊക്കെ ആയപ്പോഴത്തേന് ഈ ഒരു കംപ്രഷൻ റേഷ്യോ, ഈ ഒരു ലൂപ്പ് ഹോൾ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ FIA വന്നായിരുന്നു. ആ സമയത്ത് റെഡ് ബുള്ള് ഫെറാറി അവർ രണ്ടുപേരുമാണ് ഈ ഒരു മെഴ്സിഡസിനെതിരെ ഇങ്ങനൊരു കേസ് പോലെ ഫയൽ ചെയ്തത്. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഫെറാറി ആ ഒരു കംപ്ലൈൻറ്റ് പിൻവലിക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഈ ഒരു ടൈമിൽ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഫോക്കസ് ചെയ്തിരുന്നു. F1ൻ്റെ ആ ഒരു മീഡിയ ഉണ്ടല്ലോ, മീഡിയയും ഫാൻസും ഈ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും കാര്യങ്ങളും എല്ലാവരും ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്ന മെഴ്സിഡസിനെയാണ്. കാരണം മെഴ്സിഡസിൻ്റെ ഈ ഒരു കംപ്രഷൻ റേഷ്യോ അവരെന്ത് ചെയ്യുമെന്നുള്ള രീതിയിലായിരുന്നില്ല. അപ്പോൾ ഈ സമയത്താണ് അവിടെ ടോട്ടോ വോൾഫിൻ്റെ ഒരു മാസ്റ്റർ മൈൻഡ് നടക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബഹ്റൈൻ പ്രീ സീസൺ ടെസ്റ്റിങ് കഴിഞ്ഞപ്പോഴത്തേന് ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോൾ തന്നെ ടോട്ടോ വോൾഫ് ഒരു കാര്യം പറഞ്ഞു, റെഡ് ബുള്ളാണ് ഗ്രിഡിലെ ഇപ്പോൾ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള എഞ്ചിനുള്ളത്, പവർഫുള്ളായിട്ടുള്ള പവർ ട്രെയിൻസ് റെഡ് ബുള്ളിൻ്റെയാണ്, അവർ ബാക്കി എല്ലാ ടീമിനേക്കാളും ഹെഡാണെന്നൊക്കെ എന്നൊരു കാര്യം ഈ പ്രസ് മീറ്റിൻ്റെ ഇടയ്ക്ക് പറഞ്ഞായിരുന്നു. അത് ജസ്റ്റ് ഒരു ഡീവിയേഷൻ പോലെയാണ്, റെഡ് ബുള്ളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിക്കുന്നത്. ഈ ഒരു കളി മാക്സിന് മനസ്സിലായി. മാക്സ് പിന്നെ ഒരു പ്രസ് മീറ്റിൻ്റെ ഇടയ്ക്ക് വന്ന് പറഞ്ഞായിരുന്നു ടോട്ടോ വോൾഫ് ഡീവിയേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഇതിലൊരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു എടുത്തു പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ടോട്ടോ വോൾഫിൻ്റെ കഴിഞ്ഞ വർഷങ്ങളിൽ 2014-ലും 2021-ലും പുള്ളി ഇതുപോലെ കുറച്ച് കമൻറ്റ് പറഞ്ഞായിരുന്നു. അതായത് ഈ പ്രീ സീസൺ ടെസ്റ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേനും കുറച്ച് കമൻറ്റ്സ് പറഞ്ഞായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2014-ൽ ഇതുപോലെ പ്രീ സീസൺ ടെസ്റ്റിംഗ് കഴിഞ്ഞപ്പോൾ പുള്ളി മെഴ്സിഡസിൻ്റെ എഞ്ചിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നല്ല മൈലേജ് ഉണ്ട്, പക്ഷെ അത്ര റിലയബിൾ അല്ല എന്ന് പറഞ്ഞു. പിന്നെ അടുത്ത വർഷം 2015-ൽ പുള്ളി പറഞ്ഞതെന്ന് വെച്ചാൽ, ഫെറാറിയുടെ എഞ്ചിൻ അടിപൊളിയാണ്, ഫെറാറി നല്ലൊരു പുതിയൊരു സ്റ്റെപ്പാണ്, പുതിയൊരു ഇന്നോവേഷനുമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ 2017 പറഞ്ഞത്, ഈ വർഷത്തെ ഗ്രിഡിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ടീം ഫെറാറി എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ വർഷങ്ങളിലെല്ലാം മെഴ്സിഡസാണ് ഡോമിനേറ്റ് ചെയ്തതെന്നും കൂടെ ഓർക്കണം. പുള്ളിയുടെ ഈ കമൻസിലെ എല്ലാ ഹൈലൈറ്റ് എന്ന് പറയുന്നത് 2019-ൽ പറഞ്ഞൊരു കാര്യമാണ്. 2019-ൽ പുള്ളി ഫെറാറി അങ്ങ് വാനോളം ഉയർത്തി, അങ്ങ് മണ്ടവരെ കൊണ്ടുവന്നു. ആ വർഷം ഹിസ്റ്റോറിക് ആയിട്ട് എന്ന് പറഞ്ഞാൽ 5 റേസിലും മെഴ്സിഡസ് ആണ് ഫസ്റ്റും സെക്കൻഡും പൊസിഷൻ ഉണ്ടായിരുന്നു. പിന്നെ 2021-ൽ അണ്ണൻ്റെ സ്ഥിരം പരിപാടി അണ്ണൻ ഇറക്കിയായിരുന്നു. ആ വർഷം പറഞ്ഞത് റെഡ് ബുള്ളാണ് ഗ്രിഡിലെ ഈ വർഷത്തെ അടിപൊളി ടീം എന്നൊക്കെ പറഞ്ഞു. 2021-ൽ എന്താ സംഭവിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ വർഷവും അണ്ണൻ്റെ സ്ഥിരം പരിപാടി കമൻ്റ് അടിച്ചിറക്കിയിട്ടുണ്ട്. ഈ വർഷം അണ്ണൻ റെഡ് ബുള്ളിനെയാണ് പിടിച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് മുൻകാലങ്ങളിലെ അണ്ണൻ്റെ കമൻസും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഏകദേശം ഒരു പിക്ചർ കിട്ടുന്നുണ്ടല്ലോ. പക്ഷേ ടോട്ടോ വോൾഫ് ഈ വർഷം റെഡ് ബുള്ളിൻ്റെ എഞ്ചിനെ കുറിച്ച്, റെഡ് ബുള്ളാണ് ഏറ്റവും പവർഫുള്ള്, എല്ലാ ടീമിനേക്കാൾ ഹെഡാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് ഏറ്റവും ആദ്യം തന്നെ തിരിച്ചടിച്ചത് മാക്സാണ്. മാക്സ് ആ ഒരു പ്രസ് മീറ്റിനിടയിൽ പറഞ്ഞായിരുന്നു, ജസ്റ്റ് ഒരു ഡീവിയേഷനാണ്. നിങ്ങൾ നോക്കിയിരുന്നു മെഴ്സിഡസിൽ ഫസ്റ്റ് റേസിൽ നോക്കിയിരുന്നു, മെഴ്സിഡസിൻ്റെ പെർഫോമൻസ് അപ്പോൾ കണ്ടോളാൻ പറഞ്ഞു. പിന്നെ മാക്സിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കാര്യം ഓർത്തത്. മാക്സ് കഴിഞ്ഞ വർഷം ഒരു കാര്യം പറഞ്ഞായിരുന്നു, അതായത് 2026-ലെ പുതിയ റെഗുലേഷൻസ് നല്ലതല്ലെങ്കിൽ ഞാൻ റിട്ടയർ ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ ഈ വർഷത്തെ 2026-ലെ പുതിയ റെഗുലേഷൻ അനുസരിച്ചുള്ള കാർ ഓടിച്ചിട്ട് മാക്സ് പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ലൈക്ക് ഫോർമുല ഈ കാർ ഓൺ സ്റ്റിറോയിഡ്സ് എന്നാണ്. മാക്സ് ആ പറഞ്ഞതിൽ കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പുതിയ റെഗുലേഷൻ അനുസരിച്ചുള്ള കാർ ഭയങ്കര കോംപ്ലക്സ് ആണ്. പറഞ്ഞാൽ 50% AC എഞ്ചിൻ്റെ പവർ, 50% ബാറ്ററിയാണ്. എന്ന് വെച്ചാൽ ഈ കാർ ഓടുന്നതിൻ്റെ ഇടയിൽ ബാറ്ററി റീചാർജ് ചെയ്യുക വേണം. ഡ്രൈവേഴ്സ് അതുപോലെയാണ് അതിനെ റൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കഴിഞ്ഞ വർഷം വരെ ഫോർമുല 1 കാറുകളുടെ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ഒരു
ഡ്രൈവേഴ്സിൻ്റെ ഇൻപുട്ട് പോലെയായിരുന്നു. പക്ഷേ ഈ വർഷം തൊട്ട് ഒരു പവർ മാനേജ്മെൻറ്റ്, എനർജി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലേക്ക് മാറിയ പോലെ. അതുപോലെ തന്നെ ലൂയിസ് ഹാമിൽട്ടൺ പറഞ്ഞത് ഈ പുതിയ കാർ ഭയങ്കര കോംപ്ലക്സ് ആണ്, ഫാൻസിനോ ആർക്കും ഇതിനെപ്പറ്റി അങ്ങോട്ട് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഒരു ഡിഗ്രി വേണമെന്നാണ്. മാക്സിൻ്റെ വേറൊരു പെക്യുലിയാരിറ്റി നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും. ബാക്കി എല്ലാ ഡ്രൈവേഴ്സും ഈ ഒരു റേസിങ് കഴിയുന്ന ടൈം ഉണ്ടല്ലോ, ഡിസംബർ തൊട്ട് ഈ ഒരു മാർച്ച് വരെയുള്ള ടൈമിൽ എൻജോയ്മെൻറ്റ് ഫാമിലിയോടെ ഒക്കെ ആയിരിക്കും. പക്ഷെ മാക്സ് അതല്ല, മാക്സിന് സ്വന്തമായിട്ടൊരു റേസിംഗ് ടീമുണ്ട്. അതിനിടയിൽ പുള്ളി റാലി, വേറെ ഇൻഡുറൻസ് ഇതൊക്കെ റേസ് ചെയ്യാൻ പോകുന്നുണ്ട്. പുള്ളി ഒരു കംപ്ലീറ്റ്ലി ഒരു ഇൻഡു കാർസാണ്, ഫുൾ ടൈം ഇൻഡു കാർസാണ്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഏറ്റവും വലിയൊരു അടി കിട്ടിയത് അസ്റ്റൺ മാർട്ടിനാണ്. കാരണം ഹോണ്ടയുടെ എഞ്ചിന് ബാക്കി എല്ലാ ടീമിനേക്കാളും 4 സെക്കൻഡ് ബിഹൈൻഡാണ്. എഞ്ചിൻ്റെ ആയിരുന്നു, പവർ യൂണിറ്റിൻ്റെ പ്രശ്നമാണത്. ന്യൂ ഇയർ ഡിസൈൻ അല്ലേ, ന്യൂ ഇയർ ഡിസൈൻ പൊക്കയാണ്. അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഫെർണാണ്ടോ അലോൺസോയുടെ കാര്യം നോക്കുമ്പോൾ ഭയങ്കര കഷ്ടപ്പെടാം. പുള്ളി ഭയങ്കര അൺലക്കി ആയിട്ടുള്ള ഒരാളാണ്. ഒരു റെനോയിൽ നിന്ന് വേൾഡ് ചാമ്പ്യനായ പിന്നെ ഫുള്ള് അൺലക്കിയാണ്. പിന്നെ ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ 2026 റെഗുലേഷൻ അനുസരിച്ചുള്ള കാറ് നമുക്കറിയാമല്ലോ 50-50 ആണ്. അതായത് എഞ്ചിൻ്റെ പവർ 50%, ബാറ്ററി എന്നുള്ള പവർ 50% യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ വർഷം തൊട്ട് ലൈക്കോ എന്ന് പറയുന്ന ഒരു ടേം കൂടുതലായിട്ട് യൂസ് ചെയ്യും എഞ്ചിനീയേഴ്സും ഈ റീസെൻ്റ് ഇടയിൽ കമൻറ്റേറ്റേഴ്സും ഒക്കെ പറയാൻ സാധ്യതയുണ്ട്. ഈ ലൈക്കോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ സൈക്കിൾ ഓടിക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരം പെഡൽ ചെയ്തിട്ട് നമ്മൾ പെഡൽ ചെയ്യാതെ കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ സൈക്കിൾ കുറച്ച് ഡിസ്റ്റൻസ് ഉരുണ്ടുപോകും. തന്നെ ആ ഒരു നമ്മൾ നേരത്തെ ചവിട്ടി ഉണ്ടായ കൈനറ്റിക് എനർജിയിൽ തന്നെ ഉരുണ്ടുപോകും. പിന്നെ ഒരു പ്ലെയിൻ സർഫസ് ആണെങ്കിൽ കുറച്ച് പോയി കഴിഞ്ഞിട്ട് അത് സ്റ്റോപ്പ് ആവും. അപ്പോൾ ഇതിനെയാണ് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ലൈക്കോ എന്ന് പറയുന്നത്, ലിഫ്റ്റിംഗ് ആൻഡ് കോസ്റ്റിംഗ്. അപ്പോൾ ഈ ലൈക്കോ എന്നുള്ള ഈ പരിപാടി നമ്മൾ യൂഷ്വലി ചെയ്യാറുണ്ട്, ഇത് റേസിങ്ങിൻ്റെ ഇടയിൽ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ നോർമലി യൂഷ്വലി ഡ്രൈവ് ചെയ്യുമ്പോഴും ചെയ്യാറുണ്ട്. അതായത് നമ്മളിപ്പം നമ്മുടെ എഞ്ചിൻ എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ടയർ അത്ര നല്ലതല്ല, അല്ലെങ്കിൽ ഫ്യൂല് കുറവാണ്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ ഈ ഒരു പരിപാടി ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെ ഫോർമുല 1 ഡ്രൈവേഴ്സ് ഈ ലൈക്കോ എന്നുള്ള ഈ ഒരു പരിപാടി ചെയ്യാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ടയറിന് എത്ര ഡിഗ്രേഡഡ് ആണെങ്കിൽ, കാറിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, എഞ്ചിന് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ, ഫ്യൂല് കുറവാണെങ്കിൽ, എങ്കിലൊക്കെ ഈ ഒരു കാര്യം ഡ്രൈവേഴ്സ് ചെയ്യാറുണ്ട്. അപ്പോൾ 2026 റെഗുലേഷൻ അനുസരിച്ചിട്ട് ഫോർമുല 1 കാറുകളിൽ വന്ന പവർ യൂണിറ്റിൻ്റെ കേസിൽ വന്നിരിക്കുന്ന മേജറായിട്ട് 2 ചേഞ്ച് ഉണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ MGU-H, അതായത് മോട്ടോർ ജനറേറ്റഡ് യൂണിറ്റ് ഹീറ്റ്, ഈ ഒരു സംഭവം, ഈ ഒരു എക്യുപ്മെൻറ്റ് കംപ്ലീറ്റ്ലി എടുത്തു മാറ്റിയിട്ടുണ്ട്. പിന്നെയുള്ളൊരു എക്യുപ്മെൻ്റാണ് MGU-K, മോട്ടോർ ജനറേറ്റഡ് യൂണിറ്റ് കൈനറ്റിക്. ഈ ഒരു എക്യുപ്മെൻറ്റ് പണ്ട് തൊട്ട് ഫോർമുല 1 പവർ യൂണിറ്റ്സിലുണ്ട്. അപ്പോൾ ഈ വർഷം ഇതിൻ്റെ ചേഞ്ച് വന്നേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഷം തൊട്ട് നമുക്കറിയാം 50-50 ആണ് പവർ ഡെലിവറി വരുന്നത്. 50% എഞ്ചിനിൽ നിന്നും 50% ഇലക്ട്രിക്കൽ, അതായത് മോട്ടറിൽ നിന്നാണ് വരുന്നത്, ബാറ്ററിയിൽ നിന്നാണ് വരുന്നത്. അതുമാത്രമല്ല ഈ വർഷം തൊട്ട് MGU-H മാറ്റിയതുകൊണ്ട് ഇലക്ട്രിക്കൽ പവർ 3 ടൈംസ് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ MGU-K 2 രീതിയിൽ വർക്ക് ചെയ്യണം. അതായത് MGU ഇപ്പം കണക്ട് ചെയ്തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സമയം മോട്ടറായിട്ടും അതേപോലെ തന്നെ ജനറേറ്ററായിട്ടും വർക്ക് ചെയ്യും. അതായത് ഇപ്പോൾ ഒരു കാർ സ്ട്രൈറ്റ്സിൽ വരുമ്പം നമുക്കറിയാം ഈ വർഷം തൊട്ട് 20 kWh കൂടുതൽ പവർ ബാറ്ററിയിൽ നിന്ന് കൂടുതലായിട്ട് എടുക്കും. അതായത് നേരത്തെ DRS ഉണ്ടായിരുന്നത് 20 to 30 km/h സ്പീഡിൽ പോകുന്ന പോലെ തന്നെ ഇവിടെ ഈ ഒരു ബാറ്ററി പവർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു 20 kWh കൂടുതൽ പവർ വരുന്നത്. അപ്പോൾ അതിനുവേണ്ടി മോട്ടറായിട്ട് ഈ MGU-K ഉപയോഗിക്കും, അതിൻ്റെ ഒരു സൈഡ്. പിന്നെ മറ്റൊരു സൈഡ് ജനറേറ്ററായിട്ട് ഉപയോഗിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൈനറ്റിക് എനർജി ഹാർവെസ്റ്റ് ചെയ്യുക, ബ്രേക്ക് ചെയ്യുന്നതിൻ്റെ സമയത്ത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലൈക്കോ ചെയ്യുന്ന സമയത്ത്, അതായത് കോസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത്, അതായത് ആക്സിലറേറ്റ് ചെയ്യാതെ നമ്മൾ ഡ്രൈവേഴ്സ് നേരത്തെ വന്ന ഒരു കൈനറ്റിക് എനർജിയിൽ പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന എനർജിയെ ഇത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പോൾ യൂഷ്വലി ഒരു റേസിങ് മോട്ടോർ സ്പോർട്സ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് ഫുള്ള് സ്പീഡാണ് കൊടുക്കുന്നത്. അതായത് കോർണറിൽ വരുമ്പം സ്പീഡിൽ ഓവർടേക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ ആ ഫോർഡ് വേഴ്സസ് ഫെറാറി സിനിമയിലും F1 മൂവിയിലൊക്കെ കണ്ട പോലെ, അല്ലെങ്കിൽ നോർമലി ഒരു ഫോർമുല 1 റേസ് വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാകുന്നൊരു എക്സൈറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഡ്രൈവേഴ്സ് തമ്മിൽ ഒരേപോലെ വന്ന് ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഡ്രൈവറിൻ്റെ പുറയിൽ മറ്റേ ഡ്രൈവർ വന്ന് DRS എനേബിൾ ചെയ്തും പോയിട്ട് ഓവർടേക്ക് ചെയ്ത് പോവുക. അതാണ് യൂഷ്വലി റേസിങ്. പക്ഷേ ഇവിടെ വന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഡ്രൈവേഴ്സ് യൂഷ്വലി ഞാൻ പറഞ്ഞ പോലെ റേസ് ചെയ്യുക, അതായത് സ്പീഡിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ എനർജി കൺസർവേഷനിലും ഫോക്കസ് ചെയ്യണം. അതായത് കാർ എപ്പോൾ സ്ലോ ആയിട്ട് ഓടിക്കണം, അതായത് എപ്പോൾ എനർജി കൺസർവ് ചെയ്യണം, പിന്നെ എപ്പോൾ ബാറ്ററി റീചാർജ് ചെയ്യാനുള്ള കാര്യം ചെയ്യണം, അല്ലെങ്കിൽ എപ്പോൾ നമുക്ക് അവസരം കിട്ടുന്നു അപ്പോൾ ഈ എക്സ്ട്രാ കൈനറ്റിക് എനർജിയും കൂടെ ഉപയോഗിക്കണം, അല്ലെങ്കിൽ എക്സ്ട്രാ കിലോ വാട്ട് പവർ ഉപയോഗിക്കണം. അപ്പോൾ ഈ കാര്യങ്ങൾ ഡ്രൈവർ ചിന്തിക്കേണ്ടതായിട്ട് വരും.
അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ മാക്സ് പറഞ്ഞ കറക്റ്റാണ്. ഫോർമുല ഇ പോലെയാണ്. ഫോർമുല ഇയിൽ ഈ ഒരു പരിപാടിയാണ് ഡ്രൈവേഴ്സ് ചെയ്യുന്നത്. എന്താ വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഡ്രൈവേഴ്സ് മറ്റ് ഡ്രൈവേഴ്സിനെ ഓവർടേക്ക് ചെയ്യുന്നത്, കോർണറിൽ വന്ന് ഓവർടേക്ക് ചെയ്യുന്നത്, ഇതൊക്കെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് പോയിട്ട് ഇപ്പോൾ ഡ്രൈവേഴ്സ് ഇപ്പോൾ ഒരു ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എനർജി കുറവാണ്, ബാറ്ററി കുറവാണെന്ന് ചിന്തിച്ചിട്ട് സ്ലോയിൽ പോകേണ്ട ഒരു രീതിയിലേക്ക് വന്നു. അപ്പോൾ ഇത് വെച്ച് നോക്കുമ്പോൾ ഫെർണാണ്ടോ അലോൺസോ പറഞ്ഞ ഭയങ്കര ഒരു ഫണ്ണിയായിട്ടൊരു കാര്യമാണ്. അതായത് പുള്ളിയുടെ ടീമിൻ്റെ ഷെഫിന് വരെ ഈ കാർ ഓടിക്കാൻ പറ്റുമെന്നാണ് ഫെർണാണ്ടോ അലോൺസോ പറയുന്നത്. അപ്പോൾ ഏതായാലും ടൈമുണ്ട്. ടീമുകൾക്ക് അവരുടെ കാർസും എഞ്ചിൻസും പവർ യൂണിറ്റ്സും എല്ലാം ഒന്നുകൂടെ റീബിൽഡ് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന് ടീക്കിങ് ചെയ്യാനോ ടൈമുണ്ട്. അതായത് മാർച്ച് 8 റേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വരെ, അതായത് പ്രീ പ്രാക്ടീസ് സെഷൻ കഴിഞ്ഞ് ക്വാളിഫയിങ് സെഷന് വരെ ടൈമുണ്ട് ടീമുകൾക്ക് ഇതിൻ്റെ ടീക്കിങ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കൂടെ പുതിയതായിട്ട് കാര്യങ്ങൾ എന്തെങ്കിലും പഠിച്ചെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുമാത്രമല്ല ഫോർമുല 1 റിലേറ്റഡ് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.